ഇന്ന് ഞാൻ ബസ്സിൽ അത്യാവശ്യമായിട്ട് ഇങ്ങനെ കുറച്ച് ദൂരമുള്ളൂ ഒരു 13 പോയിൻ്റ് യാത്ര ചെയ്തു. അപ്പം ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും ഓരോരോ ആളുകൾ കയറുകയാണ്. അപ്പം മിക്കവാറും എന്താണെന്ന് വെച്ചാൽ ഈ ഇതല്ലേ വെക്കേഷൻ ടൈമല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും കുട്ടികളും രക്ഷിതാക്കളും കൂടെ ബാഗൊക്കെ തൂക്കി പോവുകയാണ്. ഈ വെക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീടുകളിലേക്ക് പോയി കുറച്ച് ദിവസം നിൽക്കുക അല്ലേ. ചിലർ അമ്മമാരുടെ വീട്ടിൽ പോയി നിൽക്കും, ചിലർ അച്ഛൻ്റെ കുടുംബ വീടോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചേച്ചിമാരുടെയോ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള, കുട്ടികൾക്ക് കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉള്ള വീടുകളിലേക്ക് പോയി നിൽക്കും. അങ്ങനെ നമ്മളെല്ലാവരും തന്നെ കൊച്ചിലെ അങ്ങനെ പോയി നിന്നിട്ടുണ്ട്. ഞാൻ കൂടുതലും പോയിട്ട് നിന്നിട്ടുള്ളത് എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ആദ്യം ഒരു സ്റ്റോപ്പിൽ നിന്ന് ഭാര്യ, ഭർത്താവ്, പെങ്കൊച്ചാണ്. അപ്പം അവളുടെ കയ്യിൽ, കൊച്ചിൻ്റെ കയ്യിൽ കുറേ ഈ ഒരു ചെടികളുടെ ഒരു സൈസിലെ നമ്മൾ മുരിങ്ങയ്ക്ക പോലെ ഇരിക്കുന്ന ചെറിയ ടൈപ്പിലൊരു ഒരു സാധനമുണ്ട്. അതൊരു ചെടിയിലാണോ ഉണ്ടാകുന്നത്, എനിക്കൊന്ന് അതെന്തെങ്കിലും ഔഷധ ഗുണമുള്ളതായിരിക്കും. നമ്മളെപ്പോഴും റോഡ് സൈഡിലും ഈ പറമ്പിലും ഒക്കെ കാണുന്നതാണ്. അത് മുരിങ്ങയ്ക്ക പോലെ ഇരിക്കും, ചെറിയതാണ്. മുരിങ്ങയ്ക്കയുടെ ഷേപ്പ് നീളത്തിൽ ചെറുതാണ്, ആ ചെടിയിലുണ്ടാകുന്നതാണ്. അപ്പം അത് ഒരു കയ്യിൽ കുറേ ഇരിപ്പുണ്ട് കയ്യിൽ. അപ്പം ഞാനിങ്ങനെ നീങ്ങിയിരുന്നു. അപ്പം എൻ്റെ അടുത്ത് കൊച്ചിൻ്റെ അമ്മയിരുന്നു. വലിയൊരു ബാഗൊക്കെ ഉണ്ട്, അതൊക്കെ തൂക്കി മാറ്റി വെച്ചു. എന്നിട്ട് കൊച്ചിനെ മടിയിലിരുത്തി. അപ്പം ഈ കയ്യിൽ, ഇടത്തെ കയ്യിൽ ആണ് ഈ സാധനം കൈ പിടിച്ചിട്ടുണ്ടെന്ന്, ഈ മുരിങ്ങയ്ക്ക പോലുള്ള. അപ്പം അമ്മ പറഞ്ഞു വലത്തെ കയ്യിലോട്ട് മാറ്റി പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ കൊച്ച് അങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ബസ്സിൻ്റെ കമ്പിയിലൊക്കെ പിടിച്ച് സുരക്ഷിതമായിട്ട് അമ്മയുടെ മടിയിലിരിക്കുന്നു. കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്, പവറുള്ള ഗ്ലാസ്സാണത്. അപ്പം അങ്ങനെ അവരിങ്ങനെ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യണം. അതപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് കുട്ടിക്ക്. അപ്പോൾ അവർ എവിടെയൊക്കെ ദൂരെ യാത്ര പോവുകയാണ് ബസ്സിൽ. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റ് 2 പേര് അതിനെ തന്നെ കയറി വരികയാണ്. 2 തട്ടമിട്ട സുന്ദരികൾ. ഒരുപാട് പ്രായമൊന്നുമില്ല, ഒരു 5-ൽ 6-ൽ ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നു. അപ്പം 2 പേരും തട്ടമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ 2 പേരും കയറി, സീറ്റുണ്ടായിരുന്നു, സീറ്റിൽ കയറിയിരുന്നു. അപ്പം പുറകെ ഞാൻ അവരുടെ അമ്മയെ നോക്കി, അച്ഛനെ. അപ്പം ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ കുട്ടികൾ 2 പേരും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ അമ്മയല്ല, ഒന്നിൽ കുട്ടികളുടെ അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയാണ്, അമ്മുമ്മയാണത്. അപ്പോൾ അമ്മുമ്മയും തട്ടമൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഈ കുട്ടികളും ഈ അമ്മയും കൂടെ സീറ്റിലിരുന്നു. അപ്പം കണ്ടക്ടർ വന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ ടിക്കറ്റിൻ്റെ. അപ്പം പറഞ്ഞു പുറകിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഞാനപ്പം തിരിഞ്ഞു നോക്കി ആളിനെ കാണാൻ. അപ്പം ഈ ഇരുന്ന അമ്മുമ്മയുടെ ഭർത്താവാണ്, കുട്ടികളുടെ അമ്മൂമ്മയുടെ ഭർത്താവ് പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ അവരേതാ സ്ഥലപ്പേര് പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല, എനിക്ക് മനസ്സിലായില്ല. എനിക്കധികം അങ്ങോട്ട് ആ സ്ഥലപ്പേരൊന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇരുന്നു. അങ്ങനെ അവരും യാത്രയായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. ഞാനിങ്ങനെ ഇറങ്ങുകയും ചെയ്തു. അപ്പം ആ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. അവർക്കും ഈ ബാഗൊക്കെ ഉണ്ട്. ഈ ബാഗൊക്കെ കാണുമ്പോഴേ അറിയാം, സ്കൂളിലെ ബാഗാണല്ലോ ഇപ്പം കുട്ടികൾ കൂടുതലും യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. ആ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ സന്തോഷമായിട്ട് ഏതോ വീട്ടിലേക്ക് വിരുന്ന് പോകുന്നു. ഇപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പം പെരുന്നാളൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷമാണ്. അടുത്ത് പോകുമ്പം സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാം, പിന്നെ എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ കിട്ടും, അടിച്ചു പൊളിക്കാൻ കൂട്ടുകാരുമായിട്ട്. ഇതൊക്കെയാണ് ആ കുട്ടികളുടെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന സന്തോഷമെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴും ഞാൻ ഓർത്ത് ഇതെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഇതൊക്കെ ഒരു ബാല്യകാല അനുഭവം കൂടിയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ, ശരിയല്ലേ?